കൊനിച്ചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിപോലെ തന്നെ നമ്മൾ ഷെയർ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഇന്ന് ചെക്കൗട്ട് ആവുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർക്കിൽ പോകാനുണ്ടായിരുന്നു. പാർക്കിൽ പോയി കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്തു. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. വ്ളോഗും ഉണ്ട്, ഷോർട്ടും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകുന്ന ഒരു നെറ്റ് റൂമിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ IT സംബന്ധമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് റൂം എടുക്കാം കേട്ടോ. നമുക്ക് നെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചെറിയ ക്യാബിനുകളാണ് ഈ കഫേ പോലെയുള്ളത്. ഞാൻ ഇതുവരെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ടോക്കിയോയിൽ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് 30 മിനിറ്റ് കൊണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഞാൻ കയറിയത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ അതിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് എന്നെ ഇങ്ങനെ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. 30 മിനിറ്റ്സിന് 400 ജാപ്പനീസ് തന്നെയാണ്. മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ പൈസയും കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 1 മണിക്കൂറൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും 30 മിനിറ്റ്സ് മതിയെന്ന് ഓർത്തുകൊണ്ട് ഞാനത് പേ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മളിവിടെ മെഷീനിൽ പൈസയൊക്കെ ഇട്ടു, ബാക്കി പൈസ എടുക്കുകയാണ്. നമുക്ക് ഒരുപാട് നിലകളുണ്ട് കേട്ടോ മുകളിലേക്ക്. അതായത് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഓഫീസ് സെറ്റപ്പ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ സുഖമായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു നോട്ട് പാഡ് കാര്യങ്ങൾ, അവരുടെ ഒരു കാർഡൊക്കെ എനിക്ക് തന്നു. അപ്പോൾ റൂം നമ്പർ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. എങ്ങോട്ടാണ് പോകേണ്ടത്, എലിവേറ്റർ എവിടെയാണെന്നുള്ളത് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനതെല്ലാം മേടിച്ചുകൊണ്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് ചാർജ് ചെയ്യാനും അതുപോലെ നെറ്റൊക്കെ യൂസ് ചെയ്യാനുമുള്ള ചെറിയ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി ചീപ്പായിട്ടാണെന്ന് തോന്നുന്നു. കാരണം റൂം വേണ്ടാത്തവർക്ക് ഇവിടെ ഇരുന്ന് അങ്ങനെ യൂസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ മുമ്പേ ഒരു ജപ്പാൻകാരൻ വേറെ പോകുന്നുണ്ട്. നമുക്ക് 7ാം നിലയിൽ ഒരു റൂമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ എലിവേറ്ററിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഫ്ലോറിൽ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7ാമത്തെ നിലയിലേക്ക് വന്നു. നല്ല ഇടുങ്ങിയ റൂം പോലെയാണ്, കുഞ്ഞു റൂമുകളാണല്ലോ, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ ക്യാമറയിൽ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനെ ഇടുങ്ങിയ പോലെ തോന്നുക. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ കഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകാം, അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ അവിടെ നേരെ ചെന്നു നമ്മുടെ റൂം കണ്ടുപിടിക്കാൻ ഞാനൊന്ന് ചുറ്റിക്കറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണ്. അപ്പം ഈ ലാസ്റ്റ് കാണുന്ന കേട്ടോ നമ്മുടെ റൂം. അപ്പം നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും എന്താ മൈക്രോ ഓവൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ ഉള്ള ചോപ്പ് സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റൂം ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു റൂം എടുക്കുന്നത് വർക്ക് സംബന്ധം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള. അല്ലാതെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം കൈ ഇങ്ങനെ കാണിക്കണം, അത് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കയറുകയാണ്. ഒരു ഹാങ്കറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെരുപ്പ് ജസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്ഥലം, ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോട്ട് പാഡും കാര്യങ്ങളും അവിടെയൊക്കെ വെച്ചു. ചെറിയൊരു ക്യാബിനാണ്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ നമുക്ക് നെറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പസക്കോൺ കമ്പ്യൂട്ടർ ഉണ്ടോയെന്ന് എൻ്റെ അടുത്ത്, ലാപ്ടോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാപ്ടോപ്പൊന്നുമില്ല, എനിക്കല്ലാതെ നെറ്റ് യൂസ് ചെയ്യാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെയർ പോലെ ഇത് കണ്ടോ. അപ്പം അവിടെ ഇരുന്ന് നമുക്ക് നടുവിനൊക്കെ നല്ല സുഖമായിട്ട് ചാരി ഇരുന്ന് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ റൂമാണ്, അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് AC ഉണ്ട്, അപ്പോൾ AC-യിലിരിക്കാം. പിന്നെ നമുക്ക് കോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഹാങ്കർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. ചെറിയ റൂം കേട്ടോ, നമുക്കൊരു സമാധാനം. എനിക്ക് ചെറിയ റൂമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ റൂമിലല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ എല്ലാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. പിന്നെ സ്മോക്ക് ചെയ്യാനൊന്നും പാടില്ല, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. പിന്നെ മുകളിലൊരു ടിഷ്യൂ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ ഫോൺ വിളിക്കണമെങ്കിലുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് താഴത്തേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഫോൺ വിളിച്ച് അവരുമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഫോണൊന്ന് ചാർജ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. കാരണം പാർക്കിലിരുന്ന് എഡിറ്റ് ചെയ്ത സമയത്ത് ഫോണിന് ചാർജ് അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണൊന്ന് ചാർജ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഷട്ടപ്പ് ചെയ്യുന്ന അങ്ങ് വിട്ടു പോവുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിക്ക് ഫോണ്, ഞാൻ നാട്ടിലും ഈ ഒരു പ്ലഗ് ആട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ TV ഉണ്ടായിരുന്നു, AC ഉണ്ടായിരുന്നു. AC ഒക്കെ ഓണാക്കി. പിന്നെ AC-യുടെ ഒരു മരമരാന്നുള്ള ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫോണിൽ വരണ്ടാന്ന് ഓർത്തുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കാനുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക് എനിക്ക്. അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടാണ് വോയിസൊക്കെ കൊടുത്തത്.
അവിടുത്തെ പരിപാടികളൊക്കെ ഷടപടേന്നങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പം ദേ മൈക്രോ ഓവൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തൊക്കെയോ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ടൈം കൂടുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. സ്റ്റേ ചെയ്യുന്ന അനുസരിച്ചൊക്കെ ടവല് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും. ഇപ്പോൾ ഫ്ലോറിൻ്റെ ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴെ വന്നു. എനിക്ക് എക്സ്ട്രാ കുറച്ച് പൈസയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ പേ ചെയ്തു. അരമണിക്കൂറിൽ ഒതുങ്ങിയില്ല കാര്യങ്ങൾ. ഞാൻ വീഡിയോസും എടുത്ത് അപ്ലോഡും ചെയ്ത് എല്ലാം കൂടി വന്നപ്പോഴേക്ക് സമയം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ പോവാണ്. ഇനി നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസ്. ഷെയർ റൂമിൽ താമസിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ 30 മിനിറ്റ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്യാബിനൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത സമയത്ത് തന്നെ ആ ഒരു ടൈമിൽ തന്നെ എനിക്കൊരു മെസ്സേജ് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. കഴിഞ്ഞ ദിവസം അയച്ചാന്ന് തോന്നുന്നു. അതിന് റിപ്ലൈ കൊടുത്തു, അഖിൽ എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പം അങ്ങനെ ഒരു മെസ്സേജിൻ്റെ പുറത്ത് നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഒരാൾ ഒരു സംഭവം, വലിയൊരു സംഭവം, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്തു തരുന്നു. ആ ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കാണിത്. മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബാഗല്ല ലഗേജ് നമുക്ക് ലോക്കറിൽ നിന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഷിഞ്ചുക്കു വെസ്റ്റ് എക്സിറ്റിൽ പോയിട്ട് നമ്മുടെ ലോക്കർ ഇപ്പോൾ 2 ദിവസമായിട്ട് അവിടെ ഇരിക്കുമല്ലേ, അതെടുത്ത് അതുകൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻ്റായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ഭയങ്കര ഫീലിങ്സൊക്കെ ഉള്ളൊരു മൊമെൻ്റായിരുന്നു. അപ്പോൾ ലോക്കറിന് നമുക്ക് ലോക്കർ എങ്ങനെയാണ് വെക്കുന്ന സാധനങ്ങൾ എടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ലോക്കറിന് നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു QR കോഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സൂയിക്ക കാർഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ലോക്കറിൽ നിന്ന് ലഗേജ് എടുക്കാം കേട്ടോ. ഞാൻ QR കോഡാണ് കൊടുത്തത്. അപ്പോൾ QR കോഡ് നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലോക്കറിൻ്റെ മെഷീനിൽ അവിടെ സ്കാൻ ചെയ്യണം. നമ്മൾ ഈ 9017 കേട്ടോ നമ്മൾ ലഗേജ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷുണ്ട്. ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുക. ടേക്ക് ഔട്ട് നമ്മൾ എടുക്കുമല്ലേ, അപ്പോൾ ടേക്ക് ഔട്ട് കൊടുക്കുക. QR കോഡ് വെച്ചിട്ടല്ലേ, അപ്പോൾ QR കോഡ് കാണിക്കുക. അപ്പം ഇൻസ്ട്രക്ഷൻസൊക്കെ വരും. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് പേ ചെയ്യേണ്ടി വരും. സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൈസ പേ ചെയ്യണമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ലോക്കറിൻ്റെ അവിടെ നിന്നൊരു ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അതൊക്കെ നമുക്ക് എഴുതി കാണിക്കും. അവിടെ കാണിക്കും ഇങ്ങനെ ലോക്കർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, എടുത്തോളാൻ പറഞ്ഞിട്ടൊക്കെ കാണിക്കും. ഒക്കെ സിമ്പിളാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇത്തവണ ഇങ്ങനെ ലോക്കറിൽ ഇത്രയും വലിയ ലഗേജൊക്കെ വെച്ചിട്ട് പോകുന്നത്. അപ്പം സിമ്പിളാണ്. നമുക്ക് ആദ്യം ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചുറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം പണിത് കൂട്ടാം. എനിക്കെന്തോ അത് പെട്ടെന്ന് വർക്ക് ആവുന്നില്ലായിരുന്നു. അങ്ങനെ കണ്ടോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാം. റിംഗ് ലൈറ്റും ട്രൈപ്പോഡും അങ്ങനെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ നാളായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുമല്ലേ. കുറേ നാളെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഇരിക്കുമല്ലേ, 2-3 ദിവസമായി. അപ്പം എന്തായാലും ഞാൻ ഈ മെറൂൺ കളർ ടീഷർട്ട് ഇട്ട് തുടങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം. നമുക്ക് റിംഗ് ലൈറ്റൊന്നും പുറത്തെടുക്കുന്നില്ല, പക്ഷേ ട്രൈപ്പോഡൊക്കെ വെച്ച് എന്തെങ്കിലും വീഡിയോ എടുക്കണേ അതൊക്കെ ചെയ്യണം. അപ്പോൾ സന്തോഷമായിട്ട് ഇനി ഇതുമായിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മുടെ സബ്സ്ക്രൈബർ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാൾ എന്ന നിലയിൽ നമുക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എൻ്റെ ഈ ഒരു ജേർണിയിൽ, ജപ്പാനിലേക്ക് 2ാമത് വന്ന ജേർണിയിൽ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വീഡിയോസ് ഇടാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നമുക്കൊരു കംഫർട്ട് അന്തരീക്ഷം, ഫെസിലിറ്റീസ് ഒരുക്കുന്ന രീതിയിലുള്ളൊരു, എനിക്ക് വിശ്രമത്തിനാണെങ്കിലും അങ്ങനെ ഒരു ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അതെല്ലാം ഞാൻ നേരിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോക്കറിൽ നിന്ന് പെട്ടി എടുത്തിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ മനസ്സിന് ഭയങ്കര സമാധാനമായി. ഇനി പോയിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് എൻ്റെ ഫേവറേറ്റ് ജാപ്പനീസ് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, സുതാമേഷി കഴിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഓൾറെഡി ഫുഡ് കഴിക്കുന്ന ഷോർട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേവറേറ്റ് ഫുഡ് എന്ന് ഒത്തിരി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഈ വീഡിയോയിലും കൂടി അതൊന്നും കാണിച്ച് വെറുപ്പിക്കേണ്ടെന്ന് കരുതി വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല കേട്ടോ. ഞാൻ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർത്തു. ലഗേജുമായിട്ട് ഒത്തിരി ഇങ്ങനെ ചാടി കുത്തി മറിഞ്ഞൊക്കെ വന്നതല്ലേ, അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്തിരുന്നു. ഇനി ഇത് ഉരുട്ടിക്കൊണ്ട് നമ്മൾ ഷിഞ്ചുക്കുവിലേക്ക് പോകണം. കുറച്ചൊരു 500 മീറ്റർ ഉണ്ട് നമുക്ക് പോകാനായിട്ട്. അവിടെ നമുക്കൊരു റൂം സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വിശേഷം. നമുക്ക് ഗിഫ്റ്റായിട്ട് നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പർ തന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ റൂമിലെത്തി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കിതൊരു അത്ഭുത കഥ പോലെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഒരു സൗകര്യം ഒരുക്കി തന്ന, എന്താ പറയുക, ഞാൻ നാഴിക 40 വട്ടം യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഫാമിലി തന്നെയാണെന്ന് തെളിയിച്ചൊരു സംഭവമാണിത്. ഇപ്പോൾ ഒരുപാട് ചാറ്റോ മെസ്സേജോ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല. എന്നോട് ആദ്യമേ മെസ്സേജ് അയക്കുന്നത് അഖിൽ എവിടെയാണെന്ന് ചോദിച്ചു. ടോക്കിയോയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ വാട്സപ്പ് നമ്പർ തരാമെന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തു. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു പാസ്പോർട്ടിലെ പേര് പറയാമെന്ന് ചോദിച്ചു. പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ച ആളാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നങ്ങോട്ട് പറഞ്ഞ് ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് പോയി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വൗച്ചർ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനും വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അത് വൗച്ചർ ഇങ്ങനെ സെൻഡ് ചെയ്തിട്ടേക്കുവാണ്. എനിക്കെപ്പോഴും ഇങ്ങനെ പാസ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ റൂമൊക്കെ ബുക്ക് ചെയ്യാൻ വേറെ ആൾക്ക് പറ്റുന്നൊന്നും പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത്രയും നോളജ് എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇതുമായി. എങ്ങനെ നന്ദി പറഞ്ഞാലും അത് ഒരിക്കലും അത് ഇതാവത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ വോയിസ് അയച്ചു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ എബ്രോഡാണ്, ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പൂർണ്ണ മനസ്സോടെ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഞങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് ഒരു ചെറുപ്പം മുതലേ, ഒരു പ്രായം മുതലേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇനി അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു നന്മയാണ് എന്നിലേക്ക് വന്നത് എന്ന് എനിക്കറിയത്തില്ല. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരിക്കലും നമ്മൾ എന്താ പറയണ്ടേ, ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്കറിയാം ഷെയർ റൂമിലാകുമ്പോൾ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കോൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പുറത്ത് പോയിട്ട് വേണം കോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടാ പകൽ വിളിക്കാമെന്ന് പറയാറേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ പരിമിതികൾ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം നാളെ ഒരു നല്ല കാലം നമുക്ക് വരുമല്ലോ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ നമുക്ക് അവിടെ പകൽ ടൈം പറ്റില്ല, രാത്രി ഷെയർ റൂം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 30 മിനിറ്റിന് 400 ജാപ്പനീസ് യെൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു നെറ്റ് റൂമിലും കയറിയത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെയൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പം ഭയങ്കര, എനിക്കിങ്ങനെ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തോ ഭയങ്കര ടച്ചായി ഇന്നലെ ഭയങ്കര ഇമോഷണലായി. ഭയങ്കര എനിക്ക് ഷോക്കിംഗ് ഒക്കെ പോലെ തന്നെയാണ് തോന്നിയത്. എനിക്കറിയാം ഒത്തിരി പേര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒത്തിരി പേര് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ, ഒത്തിരി എന്നെ എൻ്റെ വീട്ടിലെ ഒരാളെ പോലെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയൊരു സംഭവം കൂടി വന്നപ്പോഴേ എന്നെ അല്ലാതെ മെൻ്റലി ആണെങ്കിലും എല്ലാ ചേട്ടാ എല്ലാം ശരിയാവും, ജോലി കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ്സ് ഈ 3-4 ദിവസത്തിനുള്ളിൽ വന്ന കമൻറ്റ്സ് എല്ലാം, ഞാൻ ജപ്പാനിൽ വന്നപ്പോൾ ഹാപ്പിയായി ഒത്തിരി പേരുണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് വന്നു, പുതിയ ഒത്തിരി വീഡിയോസ് വന്നു. എന്നിട്ടും എന്നെ മറക്കാതെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ചതിനൊക്കെ നന്ദിയുണ്ട്. ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതിന് നന്ദിയുണ്ട്. എനിക്കിങ്ങനെയൊന്നും പറഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വ്ളോഗിൽ ഇങ്ങനെ സംസാരിക്കണം. എനിക്കിങ്ങനെ അങ്ങനെ പറഞ്ഞ അധികം ശീലമില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയോട് എനിക്ക് വീഡിയോയിൽ നന്ദി പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, പുറമേ ഉള്ള ചൂടിലും വെയിലും കൊള്ളാതെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി ഈ ഒരു ഇതിലേക്ക് എത്തിയത് ആളുടെ ഒരു മനസ്സുകൊണ്ടാണ്. അപ്പം സന്തോഷമുണ്ട്. എന്താ പറയണ്ടേ, അങ്ങനെ വേറെ ഇതൊന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. നല്ല രീതിയിൽ വരണം, കൂടുതൽ വീഡിയോസ് ചെയ്യണം, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. മുന്നോട്ട് പോകുന്തോറും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പാർക്കിൽ പോയി വോയിസ് കൊടുത്തു, വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് റൂമിൽ കയറി. നെറ്റ് റൂമിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ എത്തി നിൽക്കണു. ഇനി ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ, ഈ ഹോട്ടൽ റൂം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ആൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തായിരുന്നു, സൗകര്യമൊക്കെ എന്തോരമാണെന്ന് അറിയത്തില്ല, അഖിലെ നോക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പം സൗകര്യം എത്ര ആയില്ല, ഇതിന് ഒരിക്കലും ഒരു മൂല്യം, ഇങ്ങനെ തന്ന ഒരു സ്നേഹത്തിന് ഒരിക്കലും മൂല്യമോ അല്ലെങ്കിൽ സൗകര്യത്തിൻ്റെ ഒന്നും അളവ് പോലെ വേണ്ടാന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ പറയാനായിട്ട് ഒരു മനസ്സ്, അല്ലെങ്കിൽ അഖിലിന് ഇങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടാകുമെന്ന് പറഞ്ഞത് അയ്യോ ഭയങ്കരമാണ്. ഞാൻ പോലും അങ്ങനെ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമോ എന്ന് ഞാൻ ചിന്തിച്ച് നോക്കി. അതായത് ഇത് വളരെ ചീപ്പ് റേറ്റൊന്നും അല്ല. ടോക്കിയോയിൽ നമുക്ക് റൂം എടുക്കണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഷെയർ റൂമിൽ നോക്കിയത്. അപ്പം
എനിക്കിങ്ങനെ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു, ആൾക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് അഡ്രസ്സ് ചെയ്യാതെ എനിക്ക് പോകാൻ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. അപ്പം ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ആളുടെ കാര്യങ്ങളോ എന്തെങ്കിലും ഞങ്ങൾ കാണുവാണെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരുവാണെങ്കിൽ നേരിട്ട് എന്തായാലും ഞാൻ പരിചയപ്പെടുത്താം. വേറെ വിശേഷങ്ങളൊന്നുമില്ല, മനസ്സ് സുഖമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി നമുക്ക് ക്യോത്തോയിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കണം. ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം, ജപ്പാൻകാരുമായിട്ട് കണ്ട് നേരിട്ട് സംസാരിക്കണം, കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി തീരുമാനമാക്കണം. എല്ലാം ഒന്ന് ഉഷാറായി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ആവുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്ത് കാര്യങ്ങൾ പറയാം കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. 2 വർഷം എന്താണ് ജപ്പാനിൽ പോകാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കണ്ടു. മാക്സിമം എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാറുണ്ടല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ ഡോറ് തുറന്ന് കയറി വന്ന് നിൽക്കുവാണ്. ഞാൻ മെസ്സേജൊക്കെ അയച്ചു, ഇവിടെ എത്തി ചെക്ക് ഇൻ ചെയ്യുന്ന ഒരു മെസ്സേജൊക്കെ അയച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഇൻട്രോ ആണോ ഔട്ട്രോ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. അത് ഫ്രണ്ടിൽ വെക്കണോ അതോ തീരാൻ നേരത്ത് വെക്കണമെന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്, അത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.